നിങ്ങൾക്കിടയ്ക്കിടെ വയറുവേദനയും ഗ്യാസ് ട്രബിളും ഭക്ഷണത്തിന് ശേഷം അസ്വസ്ഥതകളും ഉണ്ടാവാറുണ്ടോ? ചിലപ്പോൾ ഇത് IBS എന്ന രോഗാവസ്ഥയായിരിക്കാം. എന്താണ് IBS അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം? നമ്മുടെ ദഹനവ്യവസ്ഥയെ ബാധിക്കുന്നതും സാധാരണയായി ഒരുവിധം ആളുകളും കണ്ടുവരുന്നതുമായ ഒരു രോഗാവസ്ഥയാണ് IBS. IBSന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി തന്നെ മാറിയ ജീവിതശൈലി, സ്ട്രെസ്, ടെൻഷൻ, ഉത്കണ്ഠ ഇവയെല്ലാം IBSന് കാരണമാവാറുണ്ട്. അടുത്തതായി ഭക്ഷണരീതി. തിരക്കേറിയ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും സ്പൈസി ഫുഡും എല്ലാം IBSന്റെ കാരണങ്ങളാണ്. ഹോർമോണൽ ചേഞ്ചസ്. ചില സ്ത്രീകളിൽ ആർത്തവത്തോടനുബന്ധിച്ച് ഈ രോഗത്തിന്റെ കാഠിന്യം കൂടുന്നതായി കാണാറുണ്ട്. അടുത്തതായി IBSന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 3 തരത്തിലാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ആദ്യത്തേത് വയറിളക്കത്തോട് കൂടിയുള്ള IBS, രണ്ടാമത്തേത് മലബന്ധത്തോട് കൂടിയുള്ള IBS, മൂന്നാമത്തേത് മിക്സഡ് IBS അഥവാ വയറിളക്കവും മലബന്ധവും മാറി മാറി വരുന്ന തരത്തിലുള്ള IBS. അടുത്തതായി വയറുവേദന. ഭക്ഷണം കഴിച്ചുവിടാൻ വയറുവേദന അനുഭവപ്പെടുകയും മലശോധന കഴിഞ്ഞാൽ വേദന ശമിക്കുകയും ചെയ്യുന്നു. ഇത് മിക്ക രോഗികളിലും കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ്. അടുത്തത് വയർ വീർത്തിരിക്കുന്നു എന്നുള്ള തോന്നൽ, വിശപ്പില്ലായ്മ, നെഞ്ചരിച്ചിൽ, വായുകോപം, അടിക്കടിയുള്ള ശോധന, തലവേദന, ക്ഷീണം, ശരീരവേദന, നടുവേദന മുതലായ ലക്ഷണങ്ങളെല്ലാം IBSൽ കാണാം. IBS എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. ഗ്ലൂട്ടൻ അടങ്ങിയതും മലബന്ധം ഉണ്ടാക്കുന്നതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർ പാലും പാലുൽപ്പന്നങ്ങളും ഒഴിവാക്കുക. ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾക്കൊള്ളിക്കുക. പഴങ്ങളും പച്ചക്കറികളും സാലഡ്സും ഉൾപ്പെടുത്തുക. ജലാംശം നിലനിർത്താൻ ധാരാളം വെള്ളം കുടിക്കുക. നമ്മുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് നോക്കാം. സ്ട്രെസ് മാനേജ്മെന്റ് അഥവാ യോഗ, മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ്, കൃത്യമായ വ്യായാമം, ചിട്ടയായ ഉറക്കം ഇതൊക്കെ തന്നെ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായകമാകും. കൃത്യസമയത്തുള്ള ആഹാരവും നാരുകളടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും ധാരാളം വെള്ളവും വ്യായാമവും ചിട്ടയായ ഉറക്കവും ഉണ്ടെങ്കിൽ തന്നെ IBS നമുക്ക് ഒരുവിധം നന്നായി മാനേജ് ചെയ്യാൻ പറ്റും.